അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4-ാം ക്ലാസ്സിന്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ കൊല്ലപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. ശരിക്ക് ശരി നൽകാം. താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യം വീതം നോക്കാം. ഒന്നാമത്തത്, മയ്യിത്ത് നിസ്കാരത്തിൽ മൂന്നാം തക്ബീറിന് ശേഷം മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യൽ, ഫാത്തിഹ ഓതൽ. ഏതാണ് ശരി? മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യൽ എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത്, മയ്യിത്ത് നിസ്കാരത്തിൽ 4-ാം തക്ബീറിന് ശേഷം നിയ്യത്ത് ചെയ്യൽ, സലാം വീട്ടൽ. എന്താണ്? സലാം വീട്ടലാണ്. അപ്പം അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത്, ജുമുഅയുടെ ഖുതുബക്ക് ഷർത്തുകൾ 8, 9. ഏതാണ്? 9 ആണ്. നാലാമത്തത്, ജുമുഅ എന്ന ഫർളിനെ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് ഇമാം നിയ്യത്ത് ചെയ്യൽ. സുന്നത്ത് നിർബന്ധമാണ്. എന്താണ്? നിർബന്ധമാണ്. അഞ്ചാമത്തത്, റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ 20 റക്അത്തുകളാണ്, 22 റക്അത്താണ്. 22 റക്അത്താണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ആറാമത്തത്, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി വ ഖതായായ കുല്ലഹ. ഏതാണ്? വ ഖതായായ കുല്ലഹ എന്നുള്ള ഇതാണ്. ഖത്വ എന്നാണ് വേണ്ടത്. അതിന് നേരെ ശരി കൊടുക്കുക. രണ്ടാമത്തെ പ്രവർത്തനം 1 വീതം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തത്, ജമാഅത്ത് നിസ്കാരം സ്വഹീഹാവാനുള്ള ഷർത്ത്. ഏതെങ്കിലും ഒന്നാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഏതാണ്? ഇമാമിനൊപ്പം തുടരുന്നു എന്ന് കരുതൽ. രണ്ടാമത്തെ ചോദ്യം, പ്രായപൂർത്തിയുടെ അടയാളം 15 വയസ്സ് പൂർത്തിയാവുക, മനിയ് പുറപ്പെടുക, ഹൈള് ഉണ്ടാവുക. അപ്പം ഏതെങ്കിലും ഒന്നാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. മൂന്നാമത്തത്, ജുമുഅയുടെ സുന്നത്ത് നഖം മുറിക്കുക, കുളിക്കുക, സുഗന്ധം ഉപയോഗിക്കുക, വെള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒന്നവിടെ എഴുതുക. നാലാമത്തത്, ഖുതുബയുടെ ഫർളുകൾ. 1, അള്ളാഹുവിനെ സ്തുതിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ പേര് വെളിവാക്കിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലുക, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒന്ന് അവിടെ എഴുതി കൊടുക്കുക. അഞ്ചാമത്തത്, പ്രധാന സുന്നത്ത് നിസ്കാരം 2 പെരുന്നാൾ നിസ്കാരം, തഹജ്ജുദ്, ളുഹ, തഹിയ്യത്ത്, ഗ്രഹണ നിസ്കാരങ്ങൾ. ഇങ്ങനെയുള്ള നിസ്കാരങ്ങളാണ്. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. ആറാമത്തത്, നിസ്കാരത്തിൽ കറാഹത്തായ കാര്യം വലത് ഭാഗത്തേക്കോ ഇടത് ഭാഗത്തേക്കോ മുഖം മാത്രം തിരിഞ്ഞു നോക്കുക. ഇനി ഏഴാമത്തത്, അബ്ആദ് സുന്നത്ത്. ഏതൊക്കെയാണ്? ഏതെങ്കിലും ഒന്നാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഒന്നാമത്തെ തശഹുദ്, അതിനുശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, അവക്ക് വേണ്ടിയുള്ള ഇരുത്തം, ഖുനൂത്ത്. ഇതെല്ലാം അബ്ആദ് സുന്നത്തുകളിൽ പെട്ടതാണ്. അപ്പോൾ ഏതെങ്കിലും അവിടെ ഒന്ന് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തത്, പള്ളിയിൽ കൊതുകിൻ്റെയോ ഉറുമ്പിൻ്റെയോ ശവം ഇടൽ. അതെന്താണ്? ഹറാമാണ്. അപ്പോൾ അവിടെ ഹറാമാണ് എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം, നിസ്കാരത്തിൻ്റെ ഫർളുകൾ 14 അവ 3 വിധമാണ്. അപ്പോൾ അവ 3 വിധമാണ് എന്ന് അവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തത്, അദാ ആയ 5 വഖ്ത് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ ശക്തിയായ സുന്നത്താണ് എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി നാലാമത്തത്,
വെള്ളിയാഴ്ച ളുഹറിന്റെ സമയത്താണ് ജുമുഅ നിർവഹിക്കേണ്ടത്. അപ്പോൾ ജുമുഅ നിർവഹിക്കേണ്ടത് എന്നും അവിടെ എഴുതി കൊടുക്കുക. ഇനി അഞ്ചാമത്തെ ചോദ്യം, കൂടുതൽ ആളുകളുള്ള ജമാഅത്ത് കൂടുതൽ പുണ്യമുള്ളതാണ്. അപ്പോൾ പുണ്യമുള്ളതാണ് എന്ന് അവിടെ എഴുതി കൊടുക്കുക. ഇനി നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അവിടെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അശുദ്ധികളെ ഉയർത്താനും നജസുകളെ നീക്കാനും എന്ത് വേണം? തഹൂറായ വെള്ളം വേണം. അപ്പോൾ അവിടെ തഹൂറായ വെള്ളം വേണം എന്നാണ് അതിൻ്റെ ഉത്തരം. അത് എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, വുളൂഇൽ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്ത് മതിയാകയില്ല. ആർക്ക്? നിത്യ അശുദ്ധിയുള്ളവർക്ക്. മൂന്നാമത്തെ ചോദ്യം, നിഫാസ് എന്നാൽ എന്താണ്? ഉത്തരം, പ്രസവിച്ച് 15 ദിവസത്തിനകം ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. ഒന്നുകൂടെ നോക്കാം. പ്രസവിച്ച് 15 ദിവസത്തിനകം പാത്രത്തിൽ നിന്നും പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. നാലാമത്തെ ചോദ്യം, 7 പ്രാവശ്യം കഴുകേണ്ട നജസ് ഏതാണ്? ഉത്തരം, നായ, പന്നി ഇവയിൽ നിന്ന് ജന്മം പ്രാപിച്ചവ എന്നിവ കൊണ്ട് നജസായാൽ. അഞ്ചാമത്തത്, വിസർജനം കറാഹത്തായ 3 സ്ഥലങ്ങൾ എവിടൊക്കെയാണ്? ഒന്ന്, കെട്ടി നിൽക്കുന്ന വെള്ളം, കുറഞ്ഞൊലിക്കുന്ന വെള്ളം, സംസാരിക്കുന്ന സ്ഥലം, വഴി, മാളം, പഴം കായ്ക്കുന്ന മരച്ചുവട്, ഖബറിന് സമീപം, ബസ് സ്റ്റാൻഡ്, ഓഫീസുകളുടെ പരിസരം, ഇവിടെയൊക്കെയാണ് വിസർജനം കറാഹത്തായ സ്ഥലങ്ങൾ. അപ്പോൾ ഏതെങ്കിലും 3 മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ളതാണ്. ഇസ്തിൻജാഇന് ശേഷം ചൊല്ലേണ്ടത് എന്താണ്? അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി ഫഹസ്വിൻ ഫർജി മിനൽ ഫവാഹിഷ്. രണ്ടാമത്തത് തയമ്മും. തയമ്മും പറഞ്ഞാൽ എന്താണ്? നിയ്യത്തോടു കൂടി മുഖം 2 കയ്യിലും മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും. അത് നോക്കാം. നിയ്യത്തോടു കൂടി മുഖത്തും 2 കയ്യിലും മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും. ഇനി മൂന്നാമത്തത്, അന്യ പുരുഷന്മാരുടെ അടുക്കൽ സ്ത്രീയുടെ ഔറത്ത് ശരീരം മുഴുവനും മറയ്ക്കേണ്ടതാണ്. നാലാമത്തത്, അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? ഉത്തരം, സമയത്തിൻ്റെ ആദ്യം നിസ്കരിക്കലാണ്. ഇനി ആറാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. അല്ലാഹുമ്മ അഗ്ഫിർ ലഹു ഡാഷ് വഅഫിഹി. അപ്പോൾ അവിടെ എഴുതാനുള്ളത് എന്താണ്? വർഹംഹു വഅഫു അൻഹു എന്നുള്ളതാണ്. ഇനി ഏഴാമത്തെ പ്രവർത്തനം അർത്ഥം എഴുതാം എന്നുള്ളതാണ്. വ അഖിരിം നുസ്ലഹു വ വസ്സിഅ മദ്ഖലഹു. അതിനർത്ഥം എങ്ങനെ വരും? ഈ മയ്യിത്തിൻ്റെ വിരുന്നിനെ നീ മാന്യമാക്കുകയും അവനെ കടക്കുന്ന സ്ഥലം വിശാലമാക്കുകയും ചെയ്യണമേ. ഒന്നുകൂടെ നോക്കാം. ഈ മയ്യിത്തിൻ്റെ വിരുന്നിനെ നീ മാന്യമാക്കുകയും അവൻ കിടക്കുന്ന സ്ഥലം വിശാലമാക്കുകയും ചെയ്യണമേ. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.